ഹായ് ഹലോ എവരി വൺ. എൻ്റെ പേര് അൻഷാദ് യാസീൻ എന്നാണ്. സോ സൈക്യൂല് BPCE 142 എന്ന് പറയുന്ന ഈ ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൈക്കോളജിയിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന ഒരു പേപ്പറാണ് BPCE 142 ഫോറൻസിക് സൈക്കോളജി. അല്ലേ, നമ്മൾ സിനിമകളിലും കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷനും അതുപോലെ ക്രിമിനൽ ബിഹേവിയറുമായി റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജിയുടെ രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി. സോ നമുക്ക് പേപ്പറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു കോഴ്സിന്റെ കോണ്ടന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് എന്താണ് ആകെ മൊത്തം BPCE 142 എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന നോളജ് എന്താണ് എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാഠത്തിലേക്ക് അല്ലെങ്കിൽ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ ടോട്ടൽ നിങ്ങൾക്ക് 4 ബ്ലോക്കാണ് ഈ ഒരു കോഴ്സിൽ പഠിക്കാനുള്ളത്. സോ ബേസിക്കലി ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോറൻസിക് സൈക്കോളജിനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോറൻസിക് സൈക്കോളജി, അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ നേച്ചർ, സ്കോപ്പ്, അതുപോലെ ഫോറൻസിക് സൈക്കോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സബ് സ്പെഷ്യാലിറ്റീസ്, അത് പ്രൊഫഷണൽ രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന എത്തിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ തന്നെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണ്, ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ ആരെയാണ് നമുക്കൊരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുക, എന്തിന്റെ ക്വാളിഫിക്കേഷന്റെ അണ്ടറിലാണ്, പിന്നെ അതുപോലെ ഏത് ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ അസസ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇവാലുവേഷൻസ് ആണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റുകാർ നടത്തുന്നത്, അതിന്റെ റോൾ എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്, പിന്നെ അതുപോലെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിങ്ങുകൾ. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പല ഡിഫറെന്റ് പ്രൊഫഷണൽസ് ഉള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പോലീസ് പ്രൊഫഷണൽസ്, അതുപോലെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ലോയേഴ്സ്, ജൂറി, പ്രിസൺ ഓഫീസേഴ്സ്, ക്രിമിനൽസ്, ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾ, പല ബിഹേവിയറിലുള്ള, പല മെന്റാലിറ്റി ഉള്ള, പല മൈൻഡ് സെറ്റുള്ള ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയുമായി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പേഴ്സണാലിറ്റി ടെസ്റ്റിങ്ങും ഈ ഒരു ബ്ലോക്കിൽ പറയുന്നുണ്ട്. സോ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഫോറൻസിക് സൈക്കോളജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കടലാണ്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് ഐലൻഡുകൾ, ചെറിയ ചെറിയ ദ്വീപുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ആക്ച്വലി ക്രിമിനൽ സൈക്കോളജി, പോലീസ് സൈക്കോളജി, ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി, പിന്നെ അത്തരം സംഭവങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, സോ ബ്ലോക്ക് 1 നമ്മൾ ഫോറൻസിക് സൈക്കോളജിനെ കുറിച്ചിട്ടാണ് പഠിച്ചതെങ്കിൽ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് നമ്മൾ ക്രിമിനൽ സൈക്കോളജിയാണ് പഠിക്കുന്നത്. അതായത് ആക്ച്വലി അത് എന്താ പറയാ, ഫോറൻസിക് സൈക്കോളജിന്റെ ഒരു സബ് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നതാണെങ്കിൽ കൂടെ നമ്മളിത് വേറെ തന്നെ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ക്രിമിനൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ക്രിമിനൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, ഒരു ക്രിമിനൽ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പ്രൊഫഷണൽ സ്കോപ്പ് എന്താണ്, അക്കാഡമിക്കൽ സ്കോപ്പ് എന്താണെന്നൊക്കെയാണ്. പിന്നെ നമ്മൾ അതിൽ പഠിക്കുന്ന ഒന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോറൻസിക് സൈക്കോളജി ആൻഡ് ക്രിമിനൽ സൈക്കോളജി. ഓക്കെ, നമുക്കറിയാം എല്ലാവരും ഇപ്പം ക്രിമിനൽ സൈക്കോളജി പഠിച്ച ആളുകൾ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റൂല. ബട്ട് സ്റ്റിൽ ക്രിമിനൽ സൈക്കോളജി ഫോറൻസിക് സൈക്കോളജിന്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഫോറൻസിക് സൈക്കോളജിയും ക്രിമിനൽ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ക്രിമിനൽ സൈക്കോളജിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറികൾ, ആപ്ലിക്കേഷൻ തിയറീസ്, മീൻസ് സൈക്കോളജിക്കൽ തിയറീസ്, ബയോളജിക്കൽ തിയറീസ്, ഇത് രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ആയി വരുന്ന ഇന്റഗ്രേറ്റഡ് തിയറീസ്, ഇത്തരം തിയറീസുകൾ നമ്മൾ ക്രിമിനൽ സൈക്കോളജിയിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നൊന്നാണ് ഒഫൻഡർ ടൈപ്പോളജീസ് ആൻഡ് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയും. ഒഫൻഡർ ടൈപ്പോളജീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ഒഫൻസുകൾ ഉണ്ട് അല്ലെ. മോഷണം മുതൽ ചെറിയ 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 മോഷണം മുതൽ വലിയ വലിയ സീരിയൽ കില്ലിങ് വരെ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഹോമിസൈഡ്സ് ആണെങ്കിലും സൂയിസൈഡ്സ് ആണെങ്കിലും മേർഡേഴ്സ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഒഫൻസ് എടുത്താലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒഫൻസ് ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒഫൻഡേഴ്സ് ആയിരിക്കും അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിമിനൽസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒഫൻഡർ ടൈപ്പോളജീസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഒഫൻഡേഴ്സ് ആണ് ഉള്ളത്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, അവരുടെ മോട്ടീവ് എന്തായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊന്നാണ് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മളൊരു ക്രൈം സീനിൽ ചെന്ന ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട് നമ്മളൊരു സസ്പെക്ടിനെ ക്രിമിനൽ ആയിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ട് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അയാളുടെ പേഴ്സണൽ ഡാറ്റ, അയാളുടെ ഹിസ്റ്റോറി, ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അയാളുടെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, അയാളുടെ ലൈക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഫിനാൻഷ്യൽ സംഭവങ്ങൾ. അപ്പം ഈ ഒരു ഇങ്ങനെ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യില്ലേ, ഇങ്ങനെ ഇതിനെയാണ് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുക.
അപ്പം അതിൽ നമുക്ക് അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഫോറൻസിക് സൈക്കോളജി ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ എങ്ങനെയാണ് ക്രിമിനൽ സൈക്കോളജി എങ്ങനെയാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള സംഭവം. സോ അതാണ് ഓൾ ടുഗദർ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 3 സൈക്കോളജീസ് ആണ് പഠിക്കുന്നത്. അതായത് പോലീസ് സൈക്കോളജി, ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി, കറക്ഷണൽ സൈക്കോളജി. ഓക്കെ, പോലീസ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ തന്നെ മനസ്സിലാകുന്നത് പോലെ തന്നെ പോലീസ് പ്രൊഫഷണൽസുമായിട്ട് അല്ലെങ്കിൽ പോലീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ എന്താണ് പോലീസ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്, പോലീസിന്റെ പേഴ്സണാലിറ്റി, പോലീസ് എന്ന പ്രൊഫഷന് ഉണ്ടാകുന്ന സ്ട്രെസ് എത്രത്തോളമാണ്, പോലീസും ഒരു ജനറൽ പോപ്പുലേഷനും തമ്മിലുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആളുകളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പോലീസും സ്പെഷ്യൽ പോപ്പുലേഷൻ മീൻസ് ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ട് ആളുകൾ തമ്മിലുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെയാണ് പോലീസ് സൈക്കോളജിയിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജിയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി നമ്മൾ പറഞ്ഞു ഫോറൻസിക് സൈക്കോളജി ആണെങ്കിലും പോലീസ് സൈക്കോളജി ആണെങ്കിലും ക്രിമിനൽ സൈക്കോളജി ആണെങ്കിലും ഇറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. ഒരു ക്രൈം നടന്നു, ആ ക്രൈം സീനിലെ സംഭവങ്ങൾ കണ്ടെത്തി അതിലെ ബിഹേവിയറും മൈൻഡ് സെറ്റും കൊഗ്നിറ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഫീൽഡാണ്. അപ്പൊ അതിൽ നമ്മൾ എന്താണ് സത്യാവസ്ഥ, ആര് പറയുന്നതാണ് സത്യം, എങ്ങനെയാണ് സത്യസന്ധത കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കള്ളം തിരിച്ചറിയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളൊന്നും പെട്ട ഒന്നാണ് ചോദ്യം ചെയ്യുന്ന മുറ അല്ലെ. പല പോലീസുകാർക്കും പല ആളുകളോട് പല രീതിയിലായിരിക്കും നമ്മൾ ചോദ്യം ചെയ്യുക, ഇന്റർഗേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇന്റർഗേഷൻ ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടത് ഇന്ന ഇന്റർഗേഷൻ മെത്തേഡാണ്, ഇന്ന ആൾക്ക് വേണ്ടത് ഇന്ന ഇന്റർഗേഷൻ മെത്തേഡാണ്. സോ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് ആർ ഡിസ്കസ് ഇൻ ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കറക്ഷണൽ സൈക്കോളജി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്രൈം ഉണ്ടായി, ആ ക്രൈമില് സസ്പെക്ട് ആയ ആളെ നമ്മൾ കണ്ടെത്തിയാൽ ക്രിമിനൽ ആണെന്ന് തെളിയിച്ചതിന് ശേഷം ഒബ്വിയസ്ലി ജസ്റ്റിസ് സിസ്റ്റം അയാൾക്ക് വേണ്ട പണിഷ്മെന്റ് കൊടുക്കും. സോ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻഡ് ആവുന്നില്ല ഈ പ്രോസസ്, അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ എൻഡ് ആവുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ കറക്റ്റ് ചെയ്യുമ്പോഴാണ്. അതായത് അയാൾക്കൊരു ബിഹേവിയറൽ ഡാമേജ് സംഭവിച്ചു അല്ലെങ്കിൽ അയാളൊരു ഡിഫക്റ്റഡ് ബിഹേവിയർ അയാൾക്കുണ്ട്, അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒരിക്കലും പിന്നെ ആ ഒരു ബിഹേവിയറിലേക്ക് തിരിച്ചെത്താത്ത രീതിയിൽ മോഡിഫൈ ചെയ്യാം. അപ്പൊ അതിനെയാണ് കറക്ഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അത്തരം ആളുകളെ കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ബ്ലോക്ക് 3യിൽ തന്നെ വേറൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് ഐ വിറ്റ്നസ് ആൻഡ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ്. അത് ഐ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജുഡീഷ്യറി സിസ്റ്റത്തിൽ ഏറ്റവും വലിയ തെളിവുകളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് ദൃസാക്ഷി. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആളുകളെയാണ് പൊതുവെ ഐ വിറ്റ്നസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഐ വിറ്റ്നസിനോട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഐ വിറ്റ്നസിനെ അസസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ഒരു കുട്ടിയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവും, അതിൽ ഏജ് ലിമിറ്റിന്റെ താഴെ വരുന്നവരൊക്കെ കുട്ടികളായിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയാണ് ഐ വിറ്റ്നസ് എങ്കിൽ അവിടെ പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ ഐ വിറ്റ്നസിന്റെ എവിഡൻസ് എത്രത്തോളം നമ്മൾ എടുക്കും എന്നുള്ളത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഐ വിറ്റ്നസ് അല്ലെങ്കിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് സാക്ഷി പറയാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൈം സീനിൽ നിന്നും തെളിവുകൾ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആ ക്രൈം സീന് അറിഞ്ഞ ഒരു ആളെ അയാളുടെ ജീവനെ എന്ത് ചെയ്യരുത്, ബാധിക്കരുത്. അപ്പൊ അതുകൊണ്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്താണ്, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. സോ വെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് ബ്ലോക്ക്, നമുക്ക് 4 ബ്ലോക്കാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒക്കെ ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഫോറൻസിക് സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏരിയകളിലാണ്, ഇപ്പൊ ഫോറൻസിക് സൈക്കോളജിയും ലോയും, ഫോറൻസിക് സൈക്കോളജിയും സിവിൽ ലോസും ക്രിമിനൽ ലോസും, ഫോറൻസിക് സൈക്കോളജിയും പിന്നെ ഈ പറയുന്ന ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി, ഇൻസാനിറ്റി ഡിഫൻസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇൻസാനിറ്റി ഡിഫൻസ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡീറ്റെയിൽ ചെയ്യും. ബട്ട് സ്റ്റിൽ ഞാനൊരു ഒരു ബ്രീഫ് തരാം. അതായത് ക്രിമിനലിന് നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ക്രിമിനലിന് ഉണ്ടാകുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ ഇൻസാനിറ്റി ഡിഫൻസ് എന്ന് പറയുമ്പോൾ ക്രിമിനലിന് കൊടുക്കേണ്ട കുറച്ച് എന്താ പറയാ, വേണമെങ്കിൽ നമുക്ക് ഒരർത്ഥത്തിൽ റൈറ്റ്സ് എന്നൊക്കെ പറയാം അല്ലെ. അതായത് എന്ത് കേസിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഈ കേസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കാം. പിന്നെ എത്ര ദിവസം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാളെ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്താൽ അയാൾ എത്ര ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെക്കും, ഇത്ര ദിവസം റിമാൻഡ് ചെയ്യും, ഇതാണ് കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ വിധി എന്ന സംഭവങ്ങളൊക്കെ അയാൾ അറിയിക്കണം. അതൊക്കെയാണ് ഇൻസാനിറ്റി ഡിഫൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കും. പിന്നെ ആ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നതാണ് ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. ഓക്കെ, ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസും ഫോറൻസിക് സൈക്കോളജി എങ്ങനെയാണ് കണക്ട് ആയിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസുകൾ,
പിന്നെ അതുപോലെ ടെസ്റ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, സാക്ഷി നിൽക്കുന്ന സമയത്ത് കുട്ടിയാണെങ്കിൽ, ഓക്കെ, ഐ വിറ്റ്നസ് ആണെങ്കിലും എന്താണെങ്കിലും ടെസ്റ്റിഫൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ. ചൈൽഡ് കസ്റ്റഡി എന്ന് പറയുമ്പോൾ കുട്ടികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതല്ല. പിന്നെ ചൈൽഡ് കസ്റ്റഡി എന്ന് പറയുമ്പോൾ പാരന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് മാതാവിനാണോ പിതാവിനാണോ കുട്ടിയെ വളർത്താനും കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ചൈൽഡ് കസ്റ്റഡി. ഓക്കെ. പിന്നെ അതിൽ ആ ഒരു ബ്ലോക്കിൽ വരുന്ന കാര്യമാണ് ജുവനൈൽ ഡീലിംഗ്വൻസി. നമ്മൾ പറഞ്ഞു, നമ്മളെ രാജ്യത്ത്, ഏത് രാജ്യത്തും ഒരു പ്രായപരിധിക്ക് താഴെയുള്ള ആളുകൾ കുട്ടികളായിട്ടായിരിക്കും പരിഗണിക്കപ്പെടുന്നത്. സോ അപ്പൊ അവർ ചെയ്യുന്ന ക്രൈം അല്ലാതാവുന്നില്ല. അവർ ചെയ്യുന്ന ക്രൈമുകൾ ജുവനൈൽ ഡീലിംഗ്വൻസി അല്ലെങ്കിൽ ജുവനൈൽ ക്രൈം ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ജുവനൈൽ ഡീലിംഗ്വൻസി, ജുവനൈൽ ഡീലിംഗ്വൻസിയെ ബന്ധപ്പെട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവിടെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ മറ്റൊന്നതാണ് ഹോമിസൈഡ്, സീരിയൽ കില്ലിംഗ് പോലത്തെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഹോമിസൈഡ്സ് ആണെങ്കിലും സീരിയൽ കില്ലിങ്സ് ആണെങ്കിലും, ഇതൊക്കെ ഒരർത്ഥത്തിൽ ചില ആളുകളുടെ മെന്റൽ ഡിസോർഡേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, എന്തോ മെന്റൽ ഇൽനെസ് ഉണ്ട്. അതൊരു സൈക്കോപാത്തോളജിക്കൽ ലെവലിലാണ് പിന്നീട് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. സോ അപ്പൊ ഹോമിസൈഡ്സ് ചെയ്യുന്ന ആളുകൾ, ഹോമിസൈഡ് എന്താണ്, ഹോമിസൈഡ് ക്രൈംസ് എന്തൊക്കെയാണ്, അവിടെ ഉണ്ടാകുന്ന ഡയഗ്നോസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ സീരിയൽ കില്ലിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് കില്ലിങ്സ് ആണ് സീരിയൽ കില്ലിങ്സ് ആയിട്ട് പരിഗണിക്കുക, സീരിയൽ കില്ലേഴ്സിന്റെ സൈക്കോപാത്തോളജി എന്താണ്, പിന്നെ അത്തരം കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഭാഗത്തിൽ, ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം പബ്ലിക് പോളിസി അല്ലെങ്കിൽ ലോ ഒക്കെ ഡിസിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത്, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോള്, ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു രാജ്യത്ത് പബ്ലിക് പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ലോ എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത്, ഒരു രാജ്യത്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കേസിനെ പുറത്തൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ റോൾ അദ്ദേഹത്തിന് വഹിക്കാൻ പറ്റും. സോ ഓൾ ടോട്ടൽ 4 ബ്ലോക്കുകളിലായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് BPCE 142 ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. സോ പിന്നെ അപ്പം ഇത് ഏകദേശം ഈ ഒരു ഫസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മൊത്തം ഒരു ഓവർലുക്ക്, ഈ ഒരു പേപ്പർ എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലേക്ക് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം ടേംസ് ആണ്. ഓക്കെ. നമുക്കറിയാം സൈക്കോളജിയിൽ ഒരുപാട് ടേംസുകൾ നമ്മൾ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൊഗ്നിറ്റീവിലാണെങ്കിലും, സോഷ്യലിലാണെങ്കിലും, ക്ലിനിക്കലിലാണെങ്കിലും, കൗൺസിലിംഗിലാണെങ്കിലും, എൻവിറോൺമെന്റിലാണെങ്കിലും, പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിലാണെങ്കിലും, ഏത് സൈക്കോളജി എടുക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടേംസ് പഠിക്കുന്നുണ്ട്. പക്ഷെ കുറെ കൂടെ ഒക്കെ ഇതൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ സോഷ്യൽ സൈക്കോളജിയും കോഗ്നിറ്റീവ് സൈക്കോളജിയും കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ ഒക്കെ ടേംസ് ലൈക്ക് സിമിലാരിറ്റീസ് തോന്നാം. ബട്ട് ഈ ഒരു പേപ്പറിൽ, ഈ ഒരു സബ്ജക്റ്റിൽ കുറച്ചും കൂടെ ഒക്കെ ഡിഫറെന്റ് ടേംസുകൾ ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആവരുത് ടേംസുകൾ വെച്ചിട്ട്. കാരണം നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് ആണ്, ഇതുവരെ കേൾക്കാത്തൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ടേംസ് വെച്ചിട്ട് എന്ത് ചെയ്ത്, ടേംസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ് കസ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഓക്കെ. ഹോമിസൈഡ്, സൂയിസൈഡ് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഓക്കെ. സോ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോറൻസിക് സയൻസ് ആൻഡ് ഫോറൻസിക് സൈക്കോളജി. അത് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതൊരു അപ്കമിങ് ഫീൽഡാണ്. ഓക്കെ. ഫോറൻസിക് സൈക്കോളജി NFSUലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക സ്കോപ്പ് അല്ലെങ്കിൽ ജോലി ഇതിനെ തുടർന്ന് വന്നിട്ടില്ല. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഓവർഫ്ലോ ഓഫ് എംപ്ലോയ്മെന്റ് ഈ ഒരു ഫീൽഡിൽ ഇല്ല. സോ അപ്പൊ അതുകൊണ്ട് എന്താണ് ഫോറൻസിക് സയൻസും ഫോറൻസിക് സൈക്കോളജിയും ഡിഫറെന്റ് ആക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഫോറൻസിക് സയൻസ് ലോകത്ത് നിലനിൽക്കെ ഫോറൻസിക് സൈക്കോളജിന്റെ ആവശ്യകത എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റണം. ലൈക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സയൻസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ കണ്ടെത്തുന്നത്. അവിടെ ഫിംഗർ പ്രിന്റ് മെത്തേഡ്, ഫേഷ്യൽ ഡിറ്റക്ഷൻ, അവിടെ കാർബൺ പൗഡർ, മറ്റേ അവിടെ എടുക്കുന്ന മറ്റേ സാധനം ബ്രഷ്, പിന്നെ കെമിക്കൽസ്, പിന്നെന്താ മാത്സ് റിലേറ്റഡ്, ഫിസിക്സ് റിലേറ്റഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ഫോറൻസിക് സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ബട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഫോറൻസിക് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത്. ഫോറൻസിക് സൈക്കോളജിയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ മുന്നിൽ ഒരാളുടെ ബിഹേവിയർ, ഒരാൾ പുറത്ത് കാണിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഒരാൾ പറയുന്നതിലുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിലുള്ള ഡിഫറൻസ്,
ഒരാളുടെ മൈൻഡ് സെറ്റ്, ഒരാളുടെ മോട്ടീവ്, ഒരാളുടെ ഇൽനെസ്, മെന്റൽ ഇൽനെസ്, ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി ഈ ഒരു 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഇതില് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്ലാസ് കേൾക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് ക്ലാസ് കേൾക്കുന്നതിന്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഓരോ ചാപ്റ്ററിന്റെ അറ്റ്ലീസ്റ്റ് ഒരു ഹെഡിങ് എങ്കിലും വായിച്ചിട്ട് നിങ്ങൾ ഇരിക്കണം. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഇഗ്നോന്റെ PDF അല്ലെങ്കിൽ ഇഗ്നോന്റെ ബുക്ക് ഭയങ്കര വലുതാണ്. അതിൽ നിന്ന് ഭയങ്കര പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ സ്ലൈഡിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കോഴ്സ് ബുക്കായിട്ട് തരുന്ന PDF അല്ലെങ്കിൽ ഹാർഡ് ബുക്ക് ഉണ്ടെങ്കിൽ ഹാർഡ് ബുക്ക് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരിക്കലെങ്കിലും എക്സാമിന് തൊട്ട് മുമ്പായിട്ടെങ്കിലും വായിക്കണം. ഓക്കെ, കാരണം എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട എക്സാം ആണ് ഇഗ്നോന്റേത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സ്ലൈഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് നന്നായിട്ട് വായിക്കണം. ഓക്കെ, സ്ലൈഡ് നിങ്ങൾക്ക് എന്താണ് ഭയങ്കര പ്രിസൈസ് ആയിട്ട്, ഭയങ്കര കൺസൈസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ സ്ലൈഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതായാലും ചാപ്റ്റർ 1 കടക്കാം. സോ വിൽ ബി ഡിസ്കസിങ് ബ്ലോക്ക് 1, ഫോറൻസിക് സൈക്കോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ ഗെറ്റിംഗ് ഇൻടു ദ ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് സൈക്കോളജി. നമ്മൾ ബേസിക്കലി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നേച്ചർ, അതായത് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം, അതിന്റെ എത്രത്തോളം അതിന് സ്കോപ്പ് ഉണ്ട്, പിന്നെ അതിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസ്, അതിന്റെ സബ് സ്പെഷ്യാലിറ്റീസ്, പിന്നെ ചെറിയൊരു ഭാഗം അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോറൻസിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ചില ഫിലിമുകൾ, ചില സീനുകൾ, ചില കാര്യങ്ങൾ, ഒരുപാട് എക്സ്റേ, പിന്നെ ഒരുപാട് വലിയൊരു ലാബ്, ഒരുപാട് സയന്റിസ്റ്റുകൾ വന്നിട്ട് പൊടി തട്ടുന്നത്, ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യുന്നത്. ബട്ട് അത് ഫോറൻസിക് സയൻസ് ആണ്. അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് ഫോറൻസിക് സൈക്കോളജി ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സിനിമകളിലും കണ്ട ഒരു സാധനം ആയിരിക്കില്ല ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോ മലയാള സിനിമയില് ഇപ്പൊ 2 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് 5-ാം പാതിര, ഓക്കെ, കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച 5-ാം പാതിര എടുക്കുക. രണ്ടാമത്തത് ഫോറൻസിക്, ടോവിനോ തോമസ് അഭിനയിച്ച ഫോറൻസിക് എടുക്കുക. സോ ഈ രണ്ട് സിനിമകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോറൻസിക് സയൻസ് ആൻഡ് ഫോറൻസിക് സൈക്കോളജി. 5-ാം പാതിരയിൽ ആക്ച്വലി കുഞ്ചാക്കോ ബോബൻ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അല്ല, അയാൾ ഒരു ക്രിമിനോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്, മോസ്റ്റ്ലി ക്രിമിനോളജിസ്റ്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നതും നമ്മൾ ബിഹേവിയർ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ സീനൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യാം, നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക് എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ വരുന്നത് ലാറ്റിൻ എന്നാണ്. ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് എന്നാണ്. അതായത് പണ്ട് കാലങ്ങളിൽ കോടതികളില്ല. പണ്ട് കാലങ്ങളിൽ കോടതികൾക്ക് പകരം ഇത്തരം ഒരു സഭകളാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു മീറ്റിങ്ങുകളാണ്. അപ്പൊ ഇത്തരം സ്ഥലങ്ങളെ, അതായത് കേസുകൾ റിസോൾവ് ചെയ്യാനും പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വിളിച്ചിരുന്ന ദ ഫോറം എന്നർത്ഥം വരുന്ന ഒരു സാധനമാണ് ഫോറൻസിസ്. ഈ ഫോറൻസിസ് എന്നാണ് പിന്നീട് ഫോറൻസിക് സൈക്കോളജി വന്നിട്ടുള്ളത്. സോ ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഫോറൻസിക് സൈക്കോളജി ആസ് എ സ്റ്റഡി ദാറ്റ് ഇൻവോൾവ്സ് ഇന്റഗ്രേഷൻ ഓഫ് സൈക്കോളജി ആൻഡ് ലോ. ഓക്കെ, നമ്മുടെ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ലീഗൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജി, അല്ലെങ്കിൽ അത്തരം അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ് ഫോറൻസിക് സൈക്കോളജി. ഓക്കെ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട ഒരു ജസ്റ്റിസ് സിസ്റ്റത്തെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ക്രൈം നടന്നു, അവിടുത്തെ ക്രൈം സീനിൽ നിന്നും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരു സസ്പെക്റ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നു, ആ സസ്പെക്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു ക്രിമിനൽ ആണെന്ന് കണ്ടെത്തുന്നു, ക്രിമിനലായ ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു, പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ റീഹാബ് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അയാൾ പിന്നെയും സൊസൈറ്റിയിലേക്ക് വരുന്നു. ഓക്കെ, സോ ഈ പ്രോസസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി ഏതൊക്കെ പ്രൊഫഷൻസ് കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാകും, പിന്നെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടാകും, ലോയേഴ്സ് ഉണ്ടാകും, അഡ്വക്കേറ്റ്സ് ഉണ്ടാകും, ജഡ്ജിമാരുണ്ടാകും,
പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ടാകും, പിന്നെ കറക്ഷണൽ സൈക്കോളജിസ്റ്റ്സ് ഉണ്ടാകും. അപ്പം ഒരു 8-10ഓളം ആളുകൾ അടങ്ങുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടേം നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഓക്കെ, സോ അപ്പൊ ലീഗലായിട്ടും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലും സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയെയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തെല്ലാം, ഇവിടെ കെമിക്കലോ കാർബൺ പൗഡറോ എന്താ ഫേസ് ഡിറ്റക്ഷനോ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ഷനോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഹേവിയർ ആണ്, ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കുക, അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്താ പറയാ, ഒരുപാട് മസാലകൾ ചേർത്തിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരേ സമയം ബിഹേവിയറിന്റെ കൂടെ ലോ, ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, ട്രയല്, പണിഷ്മെന്റ്, റീഹാബിലിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു 6-7 ചേരുവകൾ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ദ ഡെഫിനിഷൻ ഓഫ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, APA കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഫോറൻസിക് സൈക്കോളജി റെഫേഴ്സ് ടു ദ പ്രൊഫഷണൽ പ്രാക്ടീസ് വിത്തിൻ ലീഗൽ കോണ്ടെക്സ്റ്റസ്. അപ്പൊ നമ്മൾ അക്കാഡമിക്കൽ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ റിസർച്ചോ അങ്ങനെ ഒന്നുമല്ല, ലീഗൽ കോണ്ടെക്സ്റ്റിൽ. ലീഗൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോ മാത്രം എടുക്കരുത്. അതായത് അഡ്വക്കേറ്റ്സ്, ലോയേഴ്സ്, ജഡ്ജ്, ജൂറി അങ്ങനെ മാത്രമല്ല. ലീഗൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടന്നത് മുതൽ അതിന്റെ എൻഡ് വരെ അതൊരു ലീഗൽ കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് ബേസിക്കലി അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളെ ഇഗ്നോന്റെ PDF നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏറ്റവും നല്ല രസമുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഫോറൻസിക് സൈക്കോളജിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, സോ ഫോറൻസിക് സൈക്കോളജിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്ലൈഡ് ആണ്, സയന്റിഫിക് ആണ്, എവിഡൻസ് ബേസ്ഡ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ലെവലാണ്. നമ്മൾ വെറുതെ ഏതെങ്കിലും തിയറി പഠിച്ചിട്ട് പോയി ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫോറൻസിക് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ സയന്റിഫിക് ആണ്, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് സയന്റിഫിക്. കാരണം സൈക്കോളജി സയന്റിഫിക് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെയും സയന്റിഫിക് ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എവിഡൻസ് ബേസ്ഡ് ആണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അസംഷനോ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസോ മാത്രമല്ല നമ്മൾ കൊണ്ടുവെക്കുന്നത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു, ആ പ്രഡിക്ഷൻ ഒത്തിട്ടുള്ള രീതിയിൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നു. ഈ എവിഡൻസ് ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസീഡ് ചെയ്യുന്നത്, കാര്യങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നേച്ചർ ആണ്. അപ്ലൈഡ്, സയന്റിഫിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്റർ ഡിസിപ്ലിനറി. നമ്മൾ പറഞ്ഞു പല പല ഫീൽഡുകൾ, പല പ്രൊഫഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഫോറൻസിക് സൈക്കോളജി വരുന്നത്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയും. ഓക്കെ, നമ്മൾ സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ക്രിമിനോളജി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സൈക്കാട്രി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സോഷ്യോളജി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കൈൻഡ് ഓഫ് പല ഡിസിപ്ലിൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ്. അതാണ് ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ മാറ്റേഴ്സും ക്രിമിനൽ മാറ്റേഴ്സും രണ്ടും ഡീൽ ചെയ്യും. പിന്നെ മറ്റൊന്നാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അസസ്മെന്റ്, പ്രഡിക്ഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ടെസ്റ്റിമണി. ഓക്കെ, സോ ഇതിന്റെ ഫോറൻസിക് സൈക്കോളജിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റീവ് ആയിരിക്കും അല്ലെ, സയന്റിഫിക് ആയതുകൊണ്ട് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയതുകൊണ്ട് അതെന്താണ്, ഒബ്ജക്റ്റീവ് ആണ്, അൺബയാസ്ഡ് ഇവാലുവേഷൻ ആണ്. പിന്നെ അതുപോലെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടൂൾസുകൾ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം ഒബ്വിയസ്ലി സൈക്കോളജിയിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മൾ IQ അളക്കാൻ, നമ്മുടെ പേഴ്സണാലിറ്റി അളക്കാൻ, നമ്മുടെ ബിഹേവിയർ അളക്കാൻ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അളക്കാൻ, നമ്മുടെ ഇന്റലിജൻസ് അളക്കാൻ, നമ്മുടെ ആങ്കർ അളക്കാൻ, നമ്മുടെ എന്താ പറയാ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് അളക്കാൻ. ഇങ്ങനെ ഈ സൈക്കോളജിയിൽ ഏതൊരു കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് മെന്റൽ ഡിസോർഡേഴ്സ് കണ്ടെത്താനും ഇഷ്ടംപോലെ ടൂളുകൾ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഫോറൻസിക് സൈക്കോളജി. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലീഗൽ ഗൈഡ് ലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കോർട്ടുകളിൽ എക്സ്പേർട്ട് ടെസ്റ്റിമണി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു സർട്ടിഫൈഡ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ അസംഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലുകളൊക്കെ കോടതി ഒരു എക്സ്പേർട്ട് ടെസ്റ്റിമണി ആയിട്ട് പരിഗണിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോക്കസ് ഓൺ ബിഹേവിയർ ആണ് ബേസിക്കലി വരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് കിടക്കുന്നത് സ്കോപ്പിലേക്കാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സൈക്കോളജിയും ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് കാണാൻ പറ്റും. പിന്നെ ഫോറൻസിക് സൈക്കോളജിയും ബാക്കി റിലേറ്റഡ് ഫീൽഡ്സും അങ്ങനെ പറഞ്ഞിട്ട് ഫോറൻസിക് സൈക്കോളജി പ്ലസ് ക്ലിനിക്കൽ സൈക്കോളജി എങ്ങനെയാണ് വരുന്നത്, ഫോറൻസിക് സൈക്കോളജിയും കോഗ്നിറ്റീവ് സൈക്കോളജി എങ്ങനെയാണ് വരുന്നത്, ഫോറൻസിക് സൈക്കോളജിയും പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി എങ്ങനെയാണ് വരുന്നത്, ഫോറൻസിക് സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ
ഇങ്ങനെ ഒരുപാട് ബാക്കിയുള്ള സൈക്കോളജിക്കൽ ഫീൽഡ്സുമായിട്ട് എങ്ങനെയാണ് ഫോറൻസിക് സൈക്കോളജി മിങ്കിൾഡ് ആവുന്നത് അല്ലെങ്കിൽ കണക്റ്റഡ് ആവുന്നത് എന്നുള്ളൊരു സംഭവം നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് അല്ല മീൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്ക് കിട്ടും എങ്ങനെയാണ് ഫോറൻസിക് സൈക്കോളജിയും കോഗ്നിറ്റീവ് സൈക്കോളജിയും റിലേറ്റഡ് ആകുന്നത്. ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു തരത്തിലുള്ള കൊഗ്നീഷൻ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എന്തെങ്കിലും ഒരു കേസ് ചുറ്റിപ്പറ്റി നിൽക്കുക. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സൈക്കോളജി അത് ഡീൽ ചെയ്യും. ഇപ്പൊ ഫോറൻസിക് സൈക്കോളജി ആൻഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, അപ്പം അതിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാം. അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നല്ല. ഓക്കെ, സോ പിന്നെ അടുത്ത് നമ്മൾ ഇപ്പൊ ഈ സ്കോപ്പിലേക്കാണ് കിടക്കുന്നത്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൊഫഷണൽസിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രോഗേഷൻ മെത്തേഡുകൾ, ലൈവ് ഡിറ്റക്ഷൻ, ഓഫൻഡർ പ്രൊഫൈലിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ വർക്ക് ചെയ്യാം. കോർട്ട് റൂം സൈക്കോളജി ഉണ്ട്, അതുപോലെ കറക്ഷണൽ സെറ്റിംഗ് ഉണ്ട്. കോർട്ട് റൂം സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വിറ്റ്നസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ജൂറിയുടെ ബിഹേവിയർ, എക്സ്പേർട്ട് എവിഡൻസ് കൊടുക്കാൻ നമ്മളെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ കോർട്ട് റൂം സൈക്കോളജി യൂസ് ചെയ്യാം. പിന്നെ കറക്ഷണൽ സെറ്റിംഗ് നമ്മൾ പറഞ്ഞു, റീഹാബ് യൂസ് ചെയ്യുന്നിടത്ത്, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നിടത്ത്. പിന്നെ സിവിൽ കേസസ്, ഒബ്വിയസ്ലി ക്രിമിനൽ കേസസ് രണ്ടും എടുക്കും. പിന്നെ പോലീസ് സൈക്കോളജി, ലീഗൽ ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്കോപ്പുകൾ. ഇനി ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് എന്നാലും പറയാണ്. ഇപ്പൊ നമുക്കറിയാം സൈക്കോളജി ഫിലോസഫി എന്ന് വന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സൈക്കോളജി ഇറ്റ് വാസ് നോട്ട് എക്സ്പെരിമെന്റൽ സൈക്കോളജി. അപ്പം ഇത്തരം ഫീൽഡുകളുടെ ഒക്കെയും ഉയർച്ച അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് 1870-കളിൽ വില്യം വൂണ്ട് എക്സ്പെരിമെന്റൽ സൈക്കോളജി കണ്ടെത്തിയതിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു. 1954 ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിമണി ഒരു അമേരിക്കൻ കോർട്ട് സ്വീകരിക്കുന്നത്. പിന്നെ 2001 APA ഒഫീഷ്യലി ഫോറൻസിക് സൈക്കോളജി ഒരു സബ് ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന ഡിസിപ്ലിൻ വലുതാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈസ് ഇൻ ക്രൈം ആൻഡ് ലീഗൽ കോംപ്ലക്സിറ്റീസ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലോകത്ത് ടൈപ്പ് ഓഫ് ക്രൈംസ് കൂടി. അത്തരം ക്രൈമുകൾ കൂടുന്ന സമയത്ത് ഇത്രയും ക്രൈമുകൾക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ പോളിസി മേക്കിങ്ങുകളും കൂടി, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്സും കൂടി. അപ്പൊ അത് ഭയങ്കര കോംപ്ലക്സ് ആയി മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യങ്ങൾ വന്നു. പിന്നെ സയന്റിഫിക് എവിഡൻസിന്റെ ആവശ്യം, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്താൻ ആളുകൾ വേണം. പിന്നെ ലീഗൽ ഔട്ട്കമ്മുകൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മെന്റൽ ഹെൽത്തിനും ഇവർ വേണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഉള്ളത്. പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ സബ് സ്പെഷ്യാലിറ്റീസ് പറയുന്നുണ്ട്. സബ് സ്പെഷ്യാലിറ്റീസ് പറയുന്നിടത്ത് പോലീസ് സൈക്കോളജി പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി പറയുന്നുണ്ട്, ക്രിമിനൽ സൈക്കോളജി, ലീഗൽ സൈക്കോളജി, പിന്നെ കറക്ഷണൽ സൈക്കോളജി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. അതായത് പോലീസ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ബേസിക്കലി പോലീസ് എന്ന് പറയുന്ന പ്രൊഫഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പോലീസിന്റെ സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഏതൊക്കെ തരം വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് മുതൽ, അതായത് സെലക്ഷൻ മുതൽ, പോലീസിന്റെ പേഴ്സണാലിറ്റി, പോലീസിന്റെ സ്ട്രെസ്, പോലീസിന്റെ അസസ്മെന്റ്, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ, പോലീസിന് ഏതൊക്കെ തരത്തിൽ ട്രെയിനിങ് കൊടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെയാണ് പോലീസ് സൈക്കോളജിയിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മൾ വരും ചാപ്റ്ററുകളിൽ ഡീപ്പായിട്ട് പഠിക്കുള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം ക്രിമിനൽ ബിഹേവിയർ, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി. അപ്പം ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ, വിശദമായിട്ട് പറഞ്ഞു പോകണ്ട, നമുക്ക് ഓരോ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഇതിൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു സ്ലൈഡിൽ ആഡ് ചെയ്യാത്ത എന്നാൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോ ചാപ്റ്റർ 1 പറഞ്ഞിട്ടുണ്ട് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2002 APA പുറത്തിറക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് കോഡ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. 5 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ബേസിക്കലി പറയുന്നത്. ബെനഫിഷ്യൻസ് ആൻഡ് മാലഫിഷ്യൻസ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ബെനഫിറ്റ്സ് ഉണ്ടായിരിക്കണം, പിന്നെ ബെനഫിറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാലഫിഷ്യൻസ്, അതായത് ഹാം ഉണ്ടാവാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ക്ലയന്റുമായിട്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്താണ് അയാളുടെ കൃത്യമായ റോള്, ഒബ്ലിഗേഷൻസ്, അയാളുടെ സർവീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം, ക്ലാരിഫൈ ചെയ്തിരിക്കണം. പിന്നെ അടുത്തത് ഇന്റഗ്രിറ്റി ആണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ചെയ്യാം, ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ഹോണസ്റ്റി ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ജസ്റ്റിസ്, എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട് സർവീസുകൾ കിട്ടുന്നുണ്ടെന്നും അതുപോലെ അയാൾക്ക് കൃത്യമായിട്ടുള്ള അവിടെ പ്രത്യേകിച്ച് ബയാസുകളൊന്നും സംഭവിക്കുന്നതല്ല എന്നും ഒരു ജസ്റ്റിസ്. പിന്നെ റെസ്പെക്ട് ഫോർ പീപ്പിൾസ് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി, സ്വാഭാവികമായിട്ട് മനുഷ്യന് കൊടുത്തിരിക്കേണ്ട പരിഗണന അവിടെ കൊടുക്കണം. ഇതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ. ഇനി നമ്മൾ